കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് താൻ ഹരിയെ ഇഷ്ടപ്പെട്ടതെന്ന് ശ്രുതി. ഹരിയുടെ പ്രവൃത്തിയിൽ മനംനൊന്ത് അച്ഛനും അമ്മയും. വസുന്ധരയുടെ തിരോധാനത്തിൽ യതീന്ദ്രൻ മാത്രമേ അന്വേഷണത്തിനുള്ളൂവെന്ന് കാർത്തിക. അന്വേഷണം ആഘോഷമാക്കാനില്ലെന്നും അമ്മയെ കണ്ടുപിടിക്കാൻ താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നും ഉദയൻ നന്ദനയോട്. ഉദയന് വരുന്ന കോൾ നന്ദന അറ്റൻഡ് ചെയ്യുന്നു. മറുവശത്തുള്ളത് നന്ദന അന്വേഷിച്ച് കണ്ടെത്താനുള്ള കുട്ടിയാണെന്ന് നന്ദനയ്ക്ക് മനസ്സിലാവുന്നു. അച്ഛനെയും അമ്മയെ സമാധാനിപ്പിക്കാനുള്ള ഹരിയുടെ ശ്രമം ഇനി തുടർന്ന് കാണുക. ചപ്പാത്തി എടുക്കാം. വെജിറ്റബിൾ കറി ഒന്ന് ചൂടാക്കിയാൽ മതി. വേണ്ട. വൈകിട്ടുണ്ടാക്കിയ കുറുമയാ. ഫുഡ് വേണ്ടായിട്ടാ. എങ്ങോട്ടെങ്കിലും പോയാ പിന്നെ വീട്ടിലിരിക്കുന്നവരെ പറ്റി വിചാരമൊന്നും ഇല്ലെന്നറിയാം. ഇവിടെ ഉള്ളപ്പോഴേ അങ്ങനൊരു വിചാരമില്ല, പിന്നല്ലേ ഇവിടെ ഇല്ലാത്തപ്പോ. ഇൻട്രൊഡക്ഷൻ ഓക്കെയാ, കാര്യം എന്താന്ന് പറഞ്ഞാ മതി. രാത്രി വരാൻ ലേറ്റ് ആവുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ട് പോണം. രണ്ടും പ്രാക്ടിക്കൽ അല്ല. പകരം പ്രാക്ടിക്കലായൊരു കാര്യം പറയാം. പുറത്തു പോകുന്നവരെ വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുക. ആഹാരത്തിന്റെ കാര്യമാണ് ഒഴിവാക്കിക്കോളൂ. വിശദീകരണത്തെക്കാൾ ഭേദം ഒരു നേരം പട്ടിണി കിടക്കുന്ന. തിരക്കിട്ട് പോയപ്പോ എന്തോ അത്യാവശ്യ കാര്യം തോന്നി, അതാ കാത്തിരുന്നത്. അത്യാവശ്യമായിരുന്നു. ഞാൻ പോയത് എങ്ങോട്ടാണെന്നും എന്തിനായിരുന്നെന്നും തനിക്കറിയണം. അതല്ലേ ആവശ്യം. ഒരു ഫോൺ കോൾ വന്നിട്ടാണ് ഞാൻ എമർജൻസിയായി പോയതെന്ന് തനിക്കറിയാം. എനിക്കുള്ള കോൾ അറ്റൻഡ് ചെയ്തതും താനാ. അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ അപ്പോഴേ സമ്മതിച്ചല്ലോ. മേ ബി. വിളിച്ചതാരാണെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. ഇനി അറിയാനുള്ളത് ആ ഫോൺ വിളിയുടെ പിന്നാമ്പുറത്തെ വിഷയം എന്താണെന്നുള്ളതാണ്. അത് പറയാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരേ വീട്ടിൽ ഒപ്പം താമസിക്കുന്ന ഒരാളിന്റെ ന്യായമായ ഒരു ആവശ്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ എനിക്കും തോന്നണം. അന്വേഷിക്കണം. അന്വേഷണത്തെ സഹായിക്കാനൊക്കെ തനിക്ക് ആളുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഇനി ഒരു ചോദ്യോത്തര പരിപാടിക്ക് പ്രസക്തിയില്ല. ഉറക്കം വരുന്നു. ലൈറ്റ് അണയ്ക്കാൻ ഇനി റിക്വസ്റ്റ് ചെയ്യണോ? ഞാൻ വിചാരിച്ചമ്മ ഇന്നലത്തെ സമരം ഇന്നും തുടരുമെന്ന്. തന്നെത്താൻ ചായ ഇടേണ്ടി വരുമെന്ന്. അതിന് ഞാൻ സമരമൊന്നും ചെയ്തില്ലല്ലോ. അത്രയ്ക്കും മനപ്രയാസം ഉണ്ടായി.
രാവിലെ ആ മനപ്രയാസമൊക്കെ മാറിയോ? നീ ചായ കുടിക്ക്. രാവിലെ സമയം എന്തായാലും ഇത്രയായി. ഇനിയേ കാപ്പി കുടിച്ചിട്ട് പുറപ്പെട്ടാ മതി. ഉച്ചക്കത്തേക്കുള്ള ചോറ് തന്നയച്ചേക്കട്ടാ. പൊതി കെട്ടിത്തരാം വാഴയിലേല്. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും പയറും മെഴുക്കുരട്ടിയും വെക്കാം. എന്താ? എങ്ങോട്ട് പുറപ്പെടുന്ന കാര്യം അമ്മ ഈ പറയുന്നത്? തൃശ്ശൂരേക്ക്. അല്ലാതെ എങ്ങോട്ടാ? ഇന്ന് ഓഫീസുള്ള ദിവസമല്ലേ? ഞാനിന്ന് പോകുന്നില്ല. അതെന്താ ഇന്ന് അവധി ദിവസമാണോ? അവധിയൊന്നുമില്ല. പിന്നെ 2-3 ദിവസം കഴിയട്ടെ. ചായ ഇല്ലേ രേണുകേ? ആ തരാം. നീ പോകാൻ ഒരുങ്ങുന്നില്ലേ? തിങ്കളാഴ്ചയായിട്ട് വണ്ടിക്ക് നല്ല തിരക്കായിരിക്കും. ഇവൻ പറയുന്ന കേട്ടോ. എന്നോട് പറയാതെ ഞാനെങ്ങനെ അറിയാനാ? 2-3 ദിവസത്തേക്ക് ഓഫീസിൽ പോകുന്നില്ലാന്ന്. അതെന്താ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഒരാഴ്ചത്തെ അവധി എടുക്കാന്ന് വിചാരിക്ക. ഒരാഴ്ചയോ? അതിന് ക്യാഷ് ലീവ് കിടപ്പില്ല, നീ തന്നെയല്ലേ പറഞ്ഞത്? ക്യാഷ് ലീവില്ല, ശമ്പളമില്ലാത്ത അവധി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ജോലി കിട്ടിട്ട് അധികം നാളായിട്ടില്ല. കുറെ അവധി എടുത്തില്ലേ? ബൈക്ക് അപകടം ഉണ്ടായി 10-15 ദിവസം കടന്നില്ലേ? നീ വല്ല ടൂറും പ്ലാൻ ചെയ്തിട്ടുണ്ടോ കൂട്ടുകാരുമായിട്ട്? അതിനിവന് കൂട്ടുകാരുണ്ടായിട്ട് വേണ്ടേ? ഞാൻ ഒരാഴ്ച ഇവിടെ നിൽക്കുന്നതിൽ അച്ഛനും അമ്മയ്ക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതെന്ത് ചോദ്യം എന്റെ ഹരി? ഞങ്ങക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ശകലം ബുദ്ധിമുട്ടുണ്ട്. അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മറിച്ച് നിനക്കിപ്പോ തൃശ്ശൂരേക്ക് ചെല്ലാനുള്ള പ്രയാസമാണ് അതിന് കാരണം. ശ്രുതിയെയും സതിയമ്മയും ഫേസ് ചെയ്യാനുള്ള പ്രയാസം, അതാണ് അതിന്റെ സത്യം. അതൊന്നും ആയിരിക്കില്ല. ആണോ അല്ലെന്ന് ഇവൻ പറയട്ടെ. ഒരു ചേഞ്ച് വേണം തോന്നി. എടാ, ഒരാഴ്ച ലീവ് എടുത്ത് നിന്നാ ചേഞ്ച് ഉണ്ടാവുമെന്ന് ആരാ പറഞ്ഞത്? ജോലിക്ക് പ്രശ്നമില്ലെങ്കിൽ അവൻ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ. ജോലിയുടെ കാര്യമല്ല രേണുകേ, എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഇവന്റെ നിലപാടില്ല. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോ പിന്മാറി നിൽക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. സാഹചര്യം എന്താണെന്ന് ഞാൻ എടുത്തു പറയണോ? ഒരാഴ്ച കഴിഞ്ഞാലും നിനക്ക് തൃശ്ശൂരേക്ക് തന്നെ പോകണ്ടേ? ശ്രുതിയെ സജീവനെ സതിയമ്മയൊക്കെ കാണണ്ടേ? അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? ഒരാഴ്ചക്ക് കൂടി നീ അവധി എക്സ്റ്റെൻഡ് ചെയ്യൂ. എടാ ഹരി, സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ഒളിച്ചോടാം. പക്ഷേ അവനവനിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഒരാഴ്ച നിനക്ക് വീട്ടിൽ നിൽക്കണമെങ്കിൽ ആയിക്കോ. അച്ഛൻ വിലക്കുന്നൊന്നും വേണ്ട. നീ എങ്ങോട്ടേ പോന്നേ? കുളിച്ച് റെഡിയാവട്ടെ. പൊതിച്ചോറ് കെട്ടി തന്നാ കൊണ്ടുപോവാം. അഞ്ചാറ് ദിവസം അവൻ കൂടെ നിൽക്കുന്നത് സന്തോഷമാണ്. പക്ഷെ ഇപ്പോ അതല്ല ശരി. എത്രയായിട്ടാ? 70. ആ, ഓക്കെ ശരി. ഞാനിങ്ങ് വന്നു ചേച്ചി. ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങ് വന്നു. ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അത് മനീഷ് ഒന്നും വിളിച്ചു പറയാതെ. ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ചേട്ടനെവിടെ? മനീഷ് വാ, വണ്ടി കേറ്. നേരെ ഓഫീസിലേക്കാണോ? കേറിങ്ങോട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? അല്ല, എനിക്ക് ജോലി തരുന്ന കാര്യം നന്ദേച്ചി അറിഞ്ഞിട്ടേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നാ ചോദിച്ചേ. അതിന് നന്ദനെ അറിഞ്ഞിട്ട് വേണ്ടേ?
ഞങ്ങൾ അറിയിച്ചിട്ട് വന്നാ മതിയായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ മനീഷ് വന്നത് നന്ദന കണ്ടിരുന്നെങ്കിലോ? വീട്ടിലേക്ക് വന്നത് മണ്ടത്തരമായി പോയല്ലേ? എന്റെ കൺമുന്നിൽ തന്നെ വന്ന് പെട്ടത് ഭാഗ്യം. ചേച്ചിയും ചേട്ടനും സ്നേഹപൂർവ്വം ഒരു ഓഫർ വെച്ചപ്പോ ഞാൻ നിന്ദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അധികം ലേറ്റാക്കാതെ ഞാനിങ്ങ് പോന്നത്. അതാ എന്റെ ഒരു ആത്മാർത്ഥത. മനീഷ് കല്യാണം കഴിച്ചതാണോ? കല്യാണം ഇല്ല, കഴിച്ചില്ല. അത് പറയാൻ എന്തിനാ ഒരു ആലോചന? ഇല്ല ചേച്ചി, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മ നിർബന്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോ ജോലി സ്ഥിരമാവുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആലോചിക്കാം. കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചത് ഉത്തരവാദിത്വ ബോധം ആയിട്ടുണ്ടോന്ന് അറിയാന്. ആ കാര്യത്തിൽ പേടിക്കണ്ട. എനിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാ. അമ്മ അതെപ്പോഴും പറയാറുണ്ട്. നന്ദേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് പിന്നെ വീട്ടു ചെലവുകൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാ. നന്ദനയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടായിട്ടില്ലെന്നാണോ? സഹായം അക്കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത്. മനീഷിന് തുണിക്കടയല്ലേ? ഡ്രസ് പർച്ചേസ് ചെയ്യുമ്പോ നന്ദനയുടെ അഭിപ്രായം കൂടി ചോദിക്കാതിരുന്ന എന്താ? ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? എനിക്ക് ജോലിക്ക് പ്രയാസം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ നിങ്ങൾ തന്ന 50,000 രൂപ വാങ്ങിച്ചു പോയില്ലേ, അത് ജോലിക്കുള്ള അഡ്വാൻസ് ആണെന്ന് കേട്ടപ്പോ വന്ന് സഹകരിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളോ? അത് മാത്രമല്ല, ദേ ചേച്ചിയോടായതുകൊണ്ട് തുറന്നു പറയാം, നന്ദേച്ചിയോടുള്ള വാശിയാണ് പ്രധാന കാരണം. ഇത്രയും വലിയൊരു ചുറ്റുപാടിലായിട്ടും ഒരു തരത്തിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതെന്താ, കുറെ കഴിയട്ടെ, വേണ്ടത് ചെയ്യാന്ന്. അല്ല ഇനി എന്നാ? അല്ലെങ്കിൽ തന്നെ എന്ത് സഹായം ചെയ്യുന്ന? വെറുതെയാ. അപ്പോഴാ ചേച്ചിയും ചേട്ടനും കൂടി എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് നന്ദനയുടെ വാശിയൊന്നുമില്ല കേട്ടോ, വിരോധവും ഇല്ല. നന്ദന ഞങ്ങളുടെ ചേട്ടത്തിയമ്മയല്ലേ? ചേട്ടത്തിയുടെ സഹോദരനെ സ്വന്തം ആണെന്ന് കരുതി സഹായിക്കണമല്ലോ. അതുമാത്രമല്ല, മനീഷിനെ കണ്ടപ്പോ കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരനാണെന്ന് തോന്നി. കാണാനും സ്മാർട്ടാ. എനിക്ക് എവിടെയായിരിക്കും ചേച്ചി ജോലി? കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ അപ്പോയും ചെയ്യിക്കാന്നാ ഞാൻ എതിയേട്ടനോട് പറഞ്ഞത്. നന്ദേച്ചി അറിയാതെ എങ്ങനെയാ? അതിനൊക്കെ വകുപ്പുണ്ട്. ഷോറൂമിലല്ല മനീഷിന് ജോലി തരാൻ പോകുന്നത്, പർച്ചേസ് സെക്ഷനില്ല. അപ്പൊ യാത്രകളൊക്കെ വേണ്ടി വരുമല്ലേ? വരും. ഒരുപാട് ദൂരത്തേക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ, ട്രെയിനിലാണെങ്കിൽ AC-യിലായിരിക്കും യാത്ര. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റഡി ക്ലാസ് തന്നെ തരാം. മനീഷിന് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്. എന്താ ചേച്ചി? ജോലി തീർന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുവോ മനീഷ്, അതോ നന്ദേച്ചി സഹായിക്കോ? ദൈവത്തിനാണ് നിങ്ങളുടെ കൂടെ നിൽക്കും. നന്ദേച്ചി പോവാൻ പറ. അപ്പോ ഇന്നേനെ ജോയിൻ ചെയ്യാല്ലേ, അതോ നാളെ മതിയോ? അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് മനീഷേ. ഇപ്പോ സാഹചര്യം അത്ര ശരിയല്ല. എന്തുപറ്റി? എതിയേട്ടന്റെ അമ്മ കുറെ ദിവസമായി വീട്ടിലില്ല. മനീഷ് ഇതാരോടും പറയരുത്. പുറപ്പെട്ടു പോയതാ. എന്തോ പ്രായം ഉണ്ടായിരുന്നു? ഉദയേട്ടന്റെ അമ്മയാ, അപ്പൊ ഊഹിക്കാലോ. അതിന്റെ ഒരു ടെൻഷനുണ്ട് വീട്ടിൽ. അത് നടങ്ങിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ജോലി തുടങ്ങാം. ഉറപ്പാണല്ലോ അല്ലേ? സംശയം എന്താ? ഞാൻ അങ്ങോട്ട് വിളിച്ചു തന്ന ജോലിയല്ലേ. മനീഷിനെ ഞങ്ങൾക്ക് വേണം. വിളിക്കാൻ ഞാൻ, എന്നിട്ട് വന്നാ മതി മനീഷ്. ഓക്കെ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോ പിന്നെ ഞാൻ ആ ബാഗ് എടുക്കട്ടെ. ഓക്കെ. അതെ, വീട്ടിൽ നിന്ന് അമ്മ പുറപ്പെട്ടു പോയില്ലേ? എന്താ കാരണമെന്നറിയോ? എന്താ? നന്ദന. അമ്മയല്ലേ പോയുള്ളൂ, വീട് തന്നെ ഇല്ലാതെയാവും. ആ പാർട്ടി അവിടെ നിന്നാ അത്ര നല്ല ജാതകമാ. എന്നാ ഞാൻ പോയിട്ടാ ചേച്ചി.
വന്നിരിക്കുന്നത്? ആ, ആ. ഞാൻ മനീഷിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. അവൻ 50,000 രൂപ കൊടുത്തത് അധികമായോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതൊട്ടും വേസ്റ്റ് ആയില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നമ്മൾ വിചാരിച്ചാലും കുഴപ്പക്കാരനവൻ. സംശയം എന്താ? രണ്ടാമത്തെ തവണ ഇന്ന് കണ്ടത്. അപ്പോഴേക്കും അവൻ എന്റെ മുമ്പിൽ ഫ്ലാറ്റ്. എന്താ? എന്റെ മുമ്പിലെന്ന് വെച്ചാ നമ്മുടെ മുമ്പിൽ ഫ്ലാറ്റ്. അങ്ങനെ പറ. ഒരു കൂസലും കൂടാതെയാ അവൻ നന്ദനെ തള്ളി പറഞ്ഞത്. അമ്മമാർ രണ്ടാണെങ്കിലും അവരുടെ അച്ഛനൊന്നല്ലേ, ഒരേ ചോര. നമ്മുടെ മുമ്പിൽ തന്നെ അവൻ വന്ന് പെട്ടു. അത് ലക്കായി. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും കരുതലോടെ വേണം. മൂർച്ചയുള്ള ആയുധമാവുമ്പോ പ്രയോഗിക്കുന്നത് ഏറെ സൂക്ഷിച്ചായിരിക്കണം. പർച്ചേസ് സെക്ഷനിലാണ് മനീഷിനെ നിയമിക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പൊ അത്ര മതി. നമ്മുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് അവൻ അറിയണ്ട. നന്ദനയ്ക്കും ഇപ്പൊ ഒരു സൂചനയും കിട്ടാൻ പാടില്ല. മനീഷിനെ മുൻനിർത്തി നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യണം. സംഗതി ഓപ്പൺ ആവുമ്പോ നന്ദന ശരിക്കും ഞെട്ടണം. നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് വേണം മനീഷിനെ കളത്തിലിറക്കാൻ. അമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെന്നാണ് നീ ഉദ്ദേശിച്ചത്? അമ്മ എവിടെയാണെന്ന് അറിയുന്ന കാര്യമാ. മനീഷിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. 50,000 രൂപയും ജോലി വാഗ്ദാനവും കിട്ടിയപ്പോ ഒറ്റയടിക്ക് മനീഷ് നമ്മുടെ കൂടെ ചേർന്നു. നന്ദനെ കൊല്ലാൻ പറഞ്ഞാലും ഇപ്പൊ അവനത് കേൾക്കും. സ്വന്തം പെങ്ങളെ നിഷ്പ്രയാസം തള്ളി പറഞ്ഞവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നാളെ ആരെങ്കിലും ഇതിലും വലിയൊരു ഓഫർ കൊടുത്താ മനീഷ് നമ്മുടെയും കാലുവാരും. അതുകൊണ്ട് വിഷമുള്ള പാമ്പിനെ പോലെ അവനെ കൈകാര്യം ചെയ്യണം. നമ്മൾ പാല് കൊടുത്ത് വളർത്തുന്നത് സ്നേഹം കൊണ്ടാണെന്ന് പാമ്പിന് തോന്നണം. എപ്പോ ആവശ്യം കഴിയുന്നോ അപ്പോ വിഷപ്പല്ല് പറിച്ചെടുത്തിട്ട് നമ്മൾ അതിനെ വലിച്ചെറിയും. ശരിയാ നീ പറഞ്ഞത്. നീ ആളെ കൊള്ളാലോ. പിന്നെ എന്ത് വിചാരിച്ചു എന്നെപ്പറ്റി? ഹരിയേട്ടനെ കാണാൻ വേണ്ടി എനിക്കിനി സജീവിന്റെ വീട്ടിൽ വരുന്നത് ബുദ്ധിമുട്ടാ. അവിടെ തുടർന്ന് താമസിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പാക്ക് ചെയ്താ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആലോചിച്ച സജീവിന്റെ ആബ്സെൻസിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാത്തോണ്ട് വെയിറ്റ് ചെയ്യാ. നമുക്ക് നമ്മളെ അറിയാം, സ്വയം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഭംഗിവാക്കുകളാണെന്നേ മറ്റുള്ളവർക്ക് തോന്നും. ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാ. വീക്കെൻഡ് അവധിക്ക് വീട്ടിൽ ചെന്ന ശേഷമാണ് എൻഗേജ്മെന്റ് എന്ന പരിപാടിയെക്കുറിച്ച് ഞാൻ തന്നെ അറിഞ്ഞത്. അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഹരിയേട്ടൻ ചെയ്തത് ശരിയല്ല, ശ്രുതി ചെയ്തതും ശരിയല്ല. വളരെ എമോഷണലായിട്ട് രണ്ടുപേരും റിയാക്ട് ചെയ്തത്. അച്ഛനും അമ്മയും ശ്രുതിയുടെ അമ്മയും ഒക്കെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ഈ പ്രപ്പോസൽ തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയല്ല. എന്റെ സ്റ്റാൻഡ് ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞതാ. അത് അംഗീകരിക്കുന്നുവെന്ന് ഹരിയേട്ടന്റെ അച്ഛൻ പറഞ്ഞു, അതോ രേണുകാമ്മ പറഞ്ഞു? അവർക്കും ഉണ്ട് നിലപാടുകൾ. അത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം ഹരിയേട്ടനും ഉണ്ട്. ശ്രുതിയുടെ മുമ്പിൽ എന്താ പറയാനുള്ളത്? ആ കുട്ടി ഹരിയേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. നന്ദന, പ്രപ്പോസൽ തുടങ്ങി ഇത്രത്തോളം ആയ ശേഷം ഇങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ആദ്യം മുതലേ പറയുന്നുണ്ട്, ആരും വകവയ്ക്കാതിരുന്ന പിന്നെ ഞാൻ എന്താ ചെയ്യാ? വീട്ടിൽ ചെന്ന് ചോദ്യവും വഴക്കും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് തന്ന ഞാനൊരു കാര്യം പറയാം. എന്താ? വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ്. കഴിഞ്ഞൊരു ദിവസം രേണുകാമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അമ്മയോ? അമ്മ എന്തിനാ നന്ദനെ കാണാൻ വന്നത്? എക്സൈറ്റഡ് ആവണ്ട, എനിക്ക് വാക്ക് തന്നത് മറക്കരുത്. മകന്റെ കല്യാണം നടക്കാത്തതിലുള്ള ടെൻഷൻ കാരണം ഒരമ്മ മറ്റൊരാളെ പോയി കാണുക, എങ്ങനെയും ആ കല്യാണത്തിനുള്ള പശ്ചാത്തലം ഒരുക്കണമെന്ന് പറയുക.
ഒട്ടും സുഖകരമല്ലത്. അമ്മ നന്ദനയോട് റഫായിട്ടാണോ സംസാരിച്ചത്? എങ്കിൽ ഞാൻ ഇക്കാര്യം ഇപ്പൊ പറയില്ലല്ലോ. ഒരക്ഷരം പോലും രേണുകാമ്മ പറഞ്ഞില്ല. പക്ഷേ ഉള്ളിലെ ക്ഷോഭ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് ആ ക്ഷോഭത്തിന് കാരണം. എന്നാലും അമ്മ തന്നെ കാണാൻ വരിക പറയുമ്പോ കുറച്ചില് തോന്നുന്നുണ്ടോ? അമ്മയുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നതോർത്താ കുറച്ചില് തോന്നേണ്ടത്. ഉപദേശം പാഴ്വേലയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട്, എന്റെ ഭർത്താവ്. തൽക്കാലം ഞാൻ ആ പോളിസി കടമെടുക്കുക. ഉപദേശിക്കുന്നില്ല. ഹരിയേട്ടന്റെ ന്യായങ്ങൾ പലതും പറയാനുണ്ടാവും. എന്നാൽ രേണുകാമ്മ അനുഭവിക്കുന്ന ദുഃഖത്തിന് സത്യമുണ്ട്. ആ സങ്കടത്തിന്റെ നെരിപ്പോടണയ്ക്കാത്ത ഒരു ന്യായത്തിനും അർത്ഥമില്ല, നിലനിൽപ്പില്ല. നന്ദന, ഞാനെങ്കിലും മനസ്സിലാക്കുന്നില്ലേ എന്നല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ച്. മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും.